ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ ഇതുവരേക്കും വ്ളോഗ് ചെയ്തിട്ട് കാണാത്തൊരു കമൻറ്റ് എനിക്ക് കാണാൻ പറ്റി. എന്താണെന്ന് വെച്ചാൽ ഇത്രയും കാലമായിട്ട് ആരും എനിക്ക് വ്ളോഗ് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കഴിഞ്ഞ വ്ളോഗിൽ വീഡിയോ കണ്ടു, പക്ഷേ വ്ളോഗ് അങ്ങോട്ട് ഇഷ്ടമായില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കുറേ ആൾക്കാർ അത് കമൻറ്റ്സിൽ ലൈക്കും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും സന്തോഷമുള്ളൂ, കാരണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുമ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ ചേഞ്ചസ് വരുത്താൻ പറ്റുക. അപ്പോൾ ഇന്നെന്തായാലും ഞാൻ കുറച്ച് വീട്ടിലെ കാര്യങ്ങളും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതൊക്കെയാണ് കാണാൻ കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടം. കഴിഞ്ഞ വ്ളോഗ് ഷോപ്പിംഗ് വ്ളോഗായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്ന് താളുകൂട്ടാൻ ഉണ്ടാക്കുന്നുണ്ട്. താള് അവിയലാട്ടോ ഉണ്ടാക്കുന്നത്. പേര് നമ്മൾ തന്നെ ഇട്ടതാണ്, ഞാൻ കാണിക്കാം, ഉണ്ടാക്കുന്ന സമയത്ത് പറയാം. പിന്നെ താളെടുക്കുമ്പോൾ നമ്മൾ എല്ലാ താളും പോയി എടുക്കാൻ പറ്റില്ല. അതായത് നമ്മളിപ്പോൾ താളിൽ ഇതിലിപ്പോൾ 3 ഇലകളുണ്ടെങ്കിൽ അതിൽ എന്താ പറയുക, തൂമ്പ് വരുന്ന ഇല ഉണ്ടാവും, അതെടുക്കരുത്. അത് നെക്സ്റ്റ് താള് വരാനുള്ളൊരു ചാൻസ് കൊടുക്കണം. അതിൽ മൂത്തതെടുക്കുക അല്ലെങ്കിൽ നടുക്കത്തെടുക്കുക, അങ്ങനെയൊക്കെ ഉണ്ട് നോക്കാൻ. അതിപ്പോൾ ഞാനും ഉമ്മ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ പോയിട്ട് ഏലേതും എല്ലാ ടൈപ്പും താളും പോയി എടുക്കും. അങ്ങനെയല്ല, അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറേ കാലങ്ങളോളം അത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ താളെടുത്തിട്ടുണ്ട്. പിന്നെ കാന്താരി മുളക് കുറച്ചെടുത്തു. ഇനി കുറേ പണിയുണ്ടെന്ന് കേട്ടോ. പിന്നെ ഈ വീട്ടിലെ കാര്യങ്ങൾ ഇതുപോലെ എടുക്കുക എന്ന് പറയുമ്പോൾ വലിയ എളുപ്പമുള്ള കാര്യമൊന്നുമില്ല. കാരണം വീട്ടിൽ നമുക്ക് ഗസ്റ്റുകൾ വരലും, നമ്മൾ UAE പോലെ അല്ലല്ലോ, ഇവിടെ നാട്ടിലെല്ലാവരും വരലും പോലും, പിന്നെ അയൽവാസികൾ വരുമ്പോൾ എല്ലാം നമ്മൾക്ക് ജോലി നമ്മൾ ഇടയ്ക്കൊന്ന് എന്താ പറയുക നിർത്തി വെക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കിച്ചണിൽ വല്ലാണ്ട് പണികളൊന്നും ഇവിടെ നാട്ടിൽ വന്നപ്പോൾ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഇന്നൊന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വിചാരിച്ചു. നിങ്ങൾക്ക് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞല്ലേ കഴിഞ്ഞ വ്ളോഗ്, അപ്പോൾ ഇതൊന്ന് ഇഷ്ടമാവും നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഉമ്മയാണ് താളുകൂട്ടാൻ ഉണ്ടാക്കുക. ഇവിടെ ഇങ്ങനത്തെ കൂട്ടാനുകളൊന്നും ഞാനിതുവരേക്കും ഉണ്ടാക്കിയിട്ടില്ല. സത്യം പറയുകയാണെങ്കിൽ ഉമ്മനെയാണ് ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുക. ഒരുപാട് വെറൈറ്റി ഉമ്മ ഉണ്ടാക്കാറുണ്ട്. അതൊന്നും ഞാൻ അധികം വീഡിയോസിൽ ഷെയർ ചെയ്തിട്ടില്ല, പക്ഷേ ഇത് കുറേ ആൾക്കാർക്ക് ഇഷ്ടം തോന്നുന്നു ഇങ്ങനത്തെ ഐറ്റംസൊക്കെ. സത്യം പറയുകയാണെങ്കിൽ താള് കട്ട് ചെയ്യാൻ പോലും എനിക്കറിയില്ല. ഞാൻ ഇതുവരേക്കും അത് ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് എന്തായാലും അത് പഠിക്കാമെന്ന് വിചാരിച്ച്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇക്കാക്ക് ഡെയിലി ഉമ്മ അത് ഉണ്ടാക്കി കൊടുക്കും. ഈ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുമ്പോഴൊക്കെ അവർക്കൊക്കെ നല്ലതാണ്. അപ്പം ഇത് ഉമ്മ ഡെയിലി ഇക്കാക്ക് കുറേശ്ശെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ ഇനിയിപ്പം എനിക്ക് അഥവാ ഉണ്ടാക്കേണ്ടി വന്നാൽ ഞാൻ പഠിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നാണ് ഞാൻ താള് കട്ട് ചെയ്യുന്നത് പഠിക്കുന്നത്. ഞാൻ വലിയ കാര്യമായിട്ടൊന്നും പറയില്ല, എന്നാലും നമുക്ക് അറിയാത്തത് അറിയില്ല എന്ന് പറയുന്നത് വലിയ കുറച്ചിലൊന്നുമില്ല. അപ്പം ഇന്ന് ഏതായാലും പഠിച്ചു കേട്ടോ, എങ്ങനെയാണ് താളെടുക്കേണ്ടത്, എങ്ങനെയാണത് കട്ട് ചെയ്യേണ്ടത്, കറി വെക്കേണ്ടത് അല്ലെങ്കിൽ കൂട്ടാൻ വെക്കേണ്ടതെന്നൊക്കെ ഇന്ന് ഏതായാലും പഠിച്ചു. അപ്പോൾ അതിൻ്റെ ആ തൊലി, മുകളിലെ തൊലി ഇങ്ങനെ കീറിയെടുക്കുക. നമ്മൾ മുരിങ്ങക്കായ് ചെയ്യുന്ന പോലെ ചെയ്ത ശേഷം അത് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ പറയാനറിയുള്ളൂ. പിന്നെ താളമൊക്കെ എല്ലാവർക്കും അറിയല്ലോ ഉണ്ടാക്കാൻ. വളരെ കുറച്ച് പേർക്ക് മാത്രമേ അറിയാത്ത ഉണ്ടാവുള്ളൂ. എന്നാലും അറിയാത്തവർ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, നല്ലതാട്ടോ. വയറ് ശുദ്ധിയാവാനും ഒക്കെ നല്ലതാണ് സംഭവം. പിന്നെ ബീഫ് കറി ഉണ്ടാക്കുന്നുണ്ട്, മീൻ കറി ഉണ്ടാക്കുന്നുണ്ട്, കുറേ ഐറ്റംസ് ഇന്ന് ഉണ്ടാക്കുന്നുണ്ട്. എല്ലാം കൂടി വീഡിയോയിൽ കാണിക്കാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. ഓക്കെ, പിന്നെ ഈ താള് അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് ഒരു 1.5 കഷ്ണം ക്യാരറ്റ് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ താള് അവിയലെന്ന്, അത് പറയാൻ കാരണം ക്യാരറ്റും കൂടി ചേർത്തുകൊണ്ടാണ്. ആദ്യം നമ്മൾ ക്യാരറ്റ് വേവിക്കും, അതിന് ശേഷമാണ് താളിട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ക്യാരറ്റ് കുറച്ച് വെള്ളം ചേർത്തിട്ട്, ഉപ്പൊന്നും ചേർത്തിട്ടില്ല, വെള്ളം ചേർത്തിട്ട് വേവിച്ചെടുക്കുക. ഇനി തേങ്ങ ചെരുവിയത്, ഒരു 1/2 കപ്പ് തേങ്ങ ചെരുവിയത്, ഒരു 4-5 ചെറിയ ഉള്ളി, 2 വെളുത്തുള്ളി, കാന്താരി മുളക് എല്ലാം കൂടി ഒന്ന് ചമ്മന്തി പോലെ ആക്കിയെടുക്കണം. ഉപ്പ് നമ്മൾ വേവിക്കുന്നതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ബീഫ് കട്ട് ചെയ്യുന്നുണ്ട്, ബീഫ് വരട്ടിയത് ഉണ്ടാക്കണം വിചാരിക്കുന്നുണ്ട്. ഇത് പിന്നെ ബീഫ് ഇവിടെ വാങ്ങിച്ചല്ല, ഇവിടെ ഇങ്ങനെ ഒരു ഫംഗ്ഷന് കൊണ്ടുവന്ന കേട്ടോ. അപ്പോൾ അങ്ങനെ ഉള്ള ബീഫാണ്. അപ്പോൾ എന്തായാലും നമ്മൾ പോകുന്നതിന് മുമ്പ് ഒന്ന് കഴിച്ച് തീർക്കാമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കുവാണ്. അപ്പോൾ ക്യാരറ്റ് ഏകദേശം വെന്ത ശേഷം താളിട്ട് കൊടുക്കുക. താളിടുമ്പോൾ നമ്മൾ വിചാരിക്കും അത്
എന്താ പറയുക അതിൽ കൊള്ളൂലെന്നൊക്കെ. പക്ഷേ അത് ഒന്നും കൂടെ ചൂടായി കഴിഞ്ഞാൽ അത് നന്നായിട്ട് കുഴഞ്ഞ് വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇങ്ങനെ പറയുമല്ലോ, നമ്മൾ ക്ഷീണിച്ച് കഴിഞ്ഞാൽ പറയുമല്ലോ താള് പോലെ കുഴഞ്ഞിട്ടുണ്ടല്ലോ എന്നൊക്കെ. അപ്പോൾ ഇത് കാരണം കേട്ടോ. എങ്ങനെയാണ് താള് വേവിച്ച് കഴിഞ്ഞാൽ ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കുറേ ഇട്ടാലും അത് കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം എല്ലാം കൂടി നന്നായിട്ട് കമ്മിച്ച് കൊടുക്കേണ്ടത്. ഇപ്പോഴും ഉപ്പൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. പിന്നെ ഞാൻ വീണ്ടും ബീഫിലോട്ട് ഇരിക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഫോണ് വന്നു, ഇങ്ങനെ ഗസ്റ്റുകൾ വന്നു, കുറേ പണികൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മിസ്സായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ വീഡിയോ എടുക്കണോ മതിയോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു. കാരണം നമുക്ക് UAE പോലെ ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് വ്ളോഗൊന്നും എടുക്കാൻ പറ്റുന്നില്ല, പ്രത്യേകിച്ച് കുക്കിംഗ് വീഡിയോസൊക്കെ കേട്ടോ. അപ്പോൾ താളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക, നന്നായിട്ട് കമ്പൈൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് കുക്കായി കഴിഞ്ഞാൽ ഇനി ഇതിലോട്ട് നമുക്ക് ചമ്മന്തി ചേർത്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചുള്ള ചമ്മന്തിയാണ്. അപ്പോൾ ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി വീണ്ടും കമ്പൈൻ ചെയ്ത് കൊടുക്കുക. ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മുടെ വോയിസ് കൊടുക്കുന്ന സമയത്ത് മോർണിംഗ് ആണ് വോയിസ് കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ട് സൗണ്ടിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാം കൂടി കമ്പൈൻ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് പച്ച വെളിച്ചെണ്ണ കേട്ടോ. പിന്നെ ഇതിലോട്ട് തൈരൊന്നും ചേർക്കില്ല. ഇതിങ്ങനെയാണ്, മീൻസ് നമ്മൾ താളവിയൽ എന്നൊക്കെ പറയും, ഇവിടെ ഉമ്മ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെയാണ് പറയുക. പക്ഷേ നല്ല ടേസ്റ്റാണ്, തൈരൊന്നും ചേർക്കണ്ട കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ചോറിൻ്റെ കൂടെയുള്ള ഒരു അടിപൊളി കൂട്ടാൻ. ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ, താളൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കുക. ഫീഡ്ബാക്ക്സ് എഴുതിയറിയിക്കാൻ മറക്കരുത്. ഇന്ന് പല്ലിന് ബ്രേസസ് ഇടാത്തൊരു വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം ഒത്തിരി പേർക്കുള്ള പ്രശ്നമായിരിക്കും പല്ല് പല ഷേപ്പിലും വരിക, മീൻസ് സ്ട്രെയിറ്റൻ ആവാണ്ട് വരിക. അപ്പം സ്ട്രെയിറ്റൻ ആവാൻ വേണ്ടിയിട്ട് കൂടുതൽ ആൾക്കാരും, അതായത് നിരവെപ്പിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ആൾക്കാരും യൂസ് ചെയ്യുന്നത് ബ്രേസസ് ആയിരിക്കും. അപ്പോൾ ബ്രേസസിന് പകരം ഇന്ന് പുതിയ ടെക്നോളജി യൂസ് ചെയ്തിട്ട്, അതായത് 3D പ്രിന്റിംഗ് ടെക്നോളജി യൂസ് ചെയ്തിട്ട് നമുക്ക് ടീത്ത് അലൈനേഴ്സ് ഫിക്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ ബ്രേസസ് എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് എന്താ പറയുക പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങൾ മീൻസ് കുറേ ഡിസ്കംഫേർട്ടാണ്. അപ്പം ബ്രേസസിന് പകരം നമുക്ക് ഇടാൻ പറ്റിയ പുതിയൊരു സംഭവമാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മുടെ ക്ലിയർ പി അലൈനർ. അതായത് ഇത് ഇൻവിസിബിൾ ആണ്, ഇതിന് കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. അപ്പം ഈ പ്രൊഡക്റ്റാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒത്തിരി പേർക്ക് യൂസ്ഫുൾ ആകും. കാരണം പല്ലിന് കുറച്ച് പ്രശ്നങ്ങൾ ഇല്ലാത്തവരായിട്ട് വളരെ കുറച്ച് പേര് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം ബ്രേസസ് ഇടാൻ പോകുന്നവർ, അല്ലെങ്കിൽ പല്ലിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ളവരൊക്കെ ഈ ഒരു സംഭവം എന്തായാലും ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് പറയുന്നതിന് മുമ്പ്, ഇത് നിങ്ങൾക്ക് ഷോപ്പിൽ പോയിട്ട് വാങ്ങിക്കേണ്ട ഒരു ഐറ്റം അല്ല കേട്ടോ. ഇത് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ഓർത്തോഡോണ്ടിസ്റ്റിനെ കണ്ടിട്ട് അവർ നമുക്ക് നോക്കി ഓരോ പല്ലിനും ഓരോ രീതിയിലായിരിക്കും ചെയ്യേണ്ടത്. ചിലർക്ക് കുറച്ച് മാസങ്ങൾ മാത്രം വേണ്ടി വരുള്ളൂ, ചിലർക്ക് ചിലപ്പം ഒരു 1 year ഒക്കെ ഇടേണ്ടി വരും. ബ്രേസസ് ഇടുന്ന പോലെ തന്നെയാണ്, പക്ഷെ നമുക്ക് സ്വന്തം നമുക്ക് എന്താ പറയുക, ഒരു കുറച്ച് ട്രേകൾ ഉണ്ടാവും ഇതിൽ. അപ്പം ഒരു 2 weeks കഴിഞ്ഞിട്ട് നമ്മൾ മാറ്റി ഇട്ട് കൊടുക്കുക. അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതിന്റെ ഫോളോ അപ്പിനായിട്ട് ബ്രേസസ് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടേഴ്സിനെ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഫോളോ അപ്പ് ഒക്കെ ചെയ്യണമല്ലോ. അപ്പം അത് വേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഇങ്ങനെ ഒരു ബോക്സ് ആയിട്ടായിരിക്കും. നമ്മൾ ഒരു ഓർത്തോഡോണ്ടിസ്റ്റിനെ കണ്ട ശേഷം അവർ നമുക്ക് നമ്മളുടെ പല്ലിൻ്റെ ഒക്കെ രീതിയും എങ്ങനെയൊക്കെ നോക്കിയിട്ടൊക്കെയാണ് ഇത് നമുക്ക് റെഡിയാക്കി തരുന്നത്. അപ്പം ഇത് കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്യുന്ന കേട്ടോ. ഓരോരുത്തരുടെയും പല്ലിനനുസരിച്ച് ഡിഫറെന്റ് ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പം ഈ ക്ലിയർ ബി അലൈനേഴ്സിന്റെ പ്രത്യേകതകളൊക്കെ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഒരുപാട് എന്താ പറയുക, ഇതുപോലത്തെ ഇൻവിസിബിൾ അലൈനേഴ്സ് ഇപ്പം അവൈലബിൾ ആണ്. അപ്പം ക്ലിയർ ബി അലൈനറിന്റെ പ്രത്യേകതകളും അതിന്റെ ബെനിഫിറ്റ്സ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഞാൻ തുറന്നിട്ട് ബാക്കി കാണിച്ചു തരാം. അപ്പൊ ഇത് തുറന്നു കഴിഞ്ഞാൽ ഇതുപോലെ കുറെ ട്രേകൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഇതുപോലെ കുറെ പാക്കുകൾ ഉണ്ടാവും. അപ്പം നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഒരു ഓർത്തോഡോണ്ടിസ്റ്റിനെ കണ്ടിട്ട് നമുക്ക് ഇതുപോലെ ഇൻവിസിബിൾ ആയിട്ടുള്ള അലൈനേഴ്സ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ ക്ലിയർ ബി അലൈനേഴ്സ് ചൂസ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചൂസ് ചെയ്യാം. ഞാൻ താഴെ നമ്പറൊക്കെ കൊടുക്കാം. നാട്ടിലുള്ളവർക്കും മീൻസ് ഇത് വാങ്ങിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ UAE അല്ലെങ്കിൽ GCCയിലുള്ളവർക്കും ഉള്ള നമ്പർ ഞാൻ താഴെ കൊടുക്കാം. വാങ്ങിക്കാനുള്ള നമ്പർ ഞാൻ കൊടുക്കാം കേട്ടോ. അപ്പോൾ പറഞ്ഞു വന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കുറേ ട്രേകളായിരിക്കും കേട്ടോ. കണ്ടോ, ഇതിപ്പം എൻ്റെ സൈസിലുള്ളതല്ല. ഇതിപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി അയച്ചതാണ്. അപ്പോൾ നമ്മൾക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടാണ് ഇത് ചെയ്തു തരിക. അപ്പോൾ നമുക്കിപ്പോൾ ഇതിപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഓരോ നമ്പേഴ്സ് ഉണ്ടാവും. ഇപ്പോൾ ഇത് സപ്പോസ് ഇതിപ്പം ഫസ്റ്റ് നമ്മൾ ഇടേണ്ട ഒരു പാക്കാന്ന് വിചാരിച്ചോളൂ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു 2 weeks ഇതിടും. അത് കഴിഞ്ഞ് നമ്മൾ പല്ല് ഏകദേശം ഒന്ന് ക്ലിയർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 weeks കഴിഞ്ഞ് നമ്മൾ മാറ്റി രണ്ടാമത്തത് ഇട്ട് കൊടുക്കുക. അത് നമുക്ക് ഓർത്തോഡോണ്ടിസ്റ്റ് നമുക്ക് പറഞ്ഞുതരും എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നൊക്കെ.
അങ്ങനെ ഇത് മുഴുവനായിട്ട് നമ്മൾ ഇട്ട് കഴിയുമ്പോഴേക്കും നമ്മൾ പല്ല് സ്ട്രെയിറ്റ് ആയിട്ട് വരും. പിന്നെ ഇതിന്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ടുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇൻവിസിബിൾ ആണ്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് അധികം പെയിൻഫുൾ അല്ല. നമ്മൾ ബ്രേസസ് പല്ലിൽ ക്ലിപ്പ് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി പേര് പറയുന്ന ഒരു പ്രശ്നമാണ്, ഭയങ്കര പെയിൻ ആണ്, കുറച്ച് മാസങ്ങൾ ഭയങ്കര പെയിൻ ആയിരിക്കുന്നു. ഇതിന് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, നെഗ്ലിജിബിൾ ആയിട്ടുള്ള പെയിനേ ഉണ്ടാവുള്ളൂ. പിന്നെ അതുപോലെ ഫുഡിന്റെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ക്ലിയർ ബി അലൈനേഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, ഫുഡ് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ കഴിക്കാം. അപ്പം ക്ലിയർ ബി ബെസ്റ്റ് ആണ്, പിന്നെ കോസ്റ്റ് എഫക്റ്റീവ് ആണ്. ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മറ്റ് ഇൻവെസിബിൾ അലൈനേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര കോസ്റ്റ് എഫക്റ്റീവ് ആണ്. ഇങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നവർ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ, ക്ലിയർ ബി അലൈനേഴ്സ്. ഓക്കെ. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏജ് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല, എല്ലാ ഏജിലുള്ളവർക്കും ഒരേപോലെ ഇത് യൂസ് ചെയ്യാം. ഒരേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടുള്ളൂ, ഒരു ഓർത്തോഡോണ്ടിസ്റ്റിനെ കണ്ടിട്ട് വേണം നിങ്ങൾ ഇതിൽ മെഷർമെന്റ്സ് ഒക്കെ എടുത്തിട്ട് ഇത് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് നമുക്ക് ഇത് ഷോപ്പിൽ പോയിട്ട് വാങ്ങിക്കുന്ന ഒന്നുമല്ല. ഞാൻ പ്രത്യേകം പറയാൻ കാരണം അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഇത് നമ്മൾ ബ്രേസസ് ഇടുന്ന പോലെ തന്നെ ഓർത്തോഡോണ്ടിസ്റ്റിനെ കണ്ടിട്ട് ഈ ക്ലിയർ ബി അലൈനേഴ്സ് മതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനനുസരിച്ചുള്ള മെഷർമെന്റ്സ് ഒക്കെ എടുത്തിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ക്ലിയർ ബി അലൈനറിനെ പറ്റിയിട്ട് പറയാനുള്ള കേട്ടോ. ഇനി നെക്സ്റ്റ് ഡേയിൽ വിശേഷം കേട്ടോ. ഒരു ദിവസം രാവിലെ നേരത്തെ എണീറ്റ് ഒരു 8:30 ആയപ്പോഴേക്കും ഇക്കാക്ക എൻ്റെ അടുത്ത് വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് റീനുവിൻ്റെ പല്ലിൻ്റെ ക്ലിപ്പ് അഴിക്കുന്ന ദിവസമാണ് കേട്ടോ. അപ്പോൾ 9 മണിയാകുമ്പോഴേക്കും എത്തണം, ഫസ്റ്റ് ടോക്കനാന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് തന്നെയാണ് ഇവിടുത്തെ ഡോക്ടർ. അപ്പോൾ ഫ്രണ്ട് ഇന്നിപ്പം ലീവാണ്, അപ്പം ഞായറാഴ്ച ആയിട്ടൊന്ന്. അപ്പോൾ മോർണിംഗിന് നമ്മളിവിടെ എത്തി 9 മണിയായപ്പോൾ എത്തിയ സമയത്ത് ഇതാ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മളിത് ഫസ്റ്റ് ടോക്കൺ ആയതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ പല്ലിൻ്റെ ക്ലീനിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് ബ്രേസസ് റിമൂവ് ചെയ്തിട്ട് ഈ ഡോക്ടർ വീക്ക്ലി ഒരു ദിവസം വരുന്ന ഡോക്ടറാണ്, ഈ ഓർത്തോഡോണ്ടിസ്റ്റ്. അപ്പം ഫസ്റ്റ് ഡോക്ടർ പറഞ്ഞു അപ്പോൾ ഇന്ന് എന്തായാലും ബ്രേസസ് റിമൂവ് ചെയ്യുക, പിന്നെ ബാക്കി ക്ലീനപ്പൊക്കെ നെക്സ്റ്റ് ഡേ ഫസ്റ്റ് ഡോക്ടർ വന്ന ശേഷം ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് റീനുവിൻ്റെ ക്ലിപ്പ് റിമൂവ് ചെയ്യുക കേട്ടോ. അപ്പോൾ 4 വർഷമായി ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പം ഈ ബ്രേസസ് ഇട്ടിട്ട് 2 വർഷമായി കേട്ടോ. അപ്പം അൽഹംദുലില്ലാ നല്ല മാറ്റമുണ്ട്. അത് നിങ്ങൾക്ക് ഫസ്റ്റത്തെ റീനിൻ്റെ ആ ഒരു ടീത്തൊക്കെ കണ്ടാൽ മനസ്സിലാവും. ഞാൻ 2 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പല്ലൊക്കെ പല പല ഷേപ്പിലൊക്കെ ആയിരുന്നു. പിന്നെ അതൊക്കെ ഇപ്പം റെഡിയായി. പിന്നെ ഡോക്ടറും പറഞ്ഞു റീനുവിൻ്റെ മൂക്ക് കുറച്ച് വലുപ്പമുള്ളതുകൊണ്ട് തന്നെ വല്ലാണ്ട് ഉള്ളോട്ട് പോയാൽ അത്ര ഭംഗി ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് ഈ ഒരു ഇതിൽ മതി എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിപ്പം റിമൂവ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇനിയിപ്പം പല്ല് ക്ലീനൊക്കെ ആക്കാണ്ട്, അപ്പം ഇന്നിപ്പം നമുക്കും നേരില്ല, ഡോക്ടർക്കും നേരില്ല. അപ്പോൾ നെക്സ്റ്റ് ഡേ ഫവാസ് ഡോക്ടർ വന്ന ശേഷം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കാക്കനൂടെ പോവാം കേട്ടോ. പോകുന്ന വഴി കാക്കൻ്റെ മോനെ കണ്ടു, അവന് ട്യൂഷന് പോവാണ്. രാവിലെ നമ്മളിപ്പം 9 മണിക്ക് ഇവിടെ എത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ പോകുന്ന വഴി ഒരു ഡ്രസ്സിൻ്റെ ഷോപ്പ് ഓപ്പൺ ആയത് കണ്ടു. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട്. നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ. യെല്ലോ ഡ്രസ്സാണ് നമ്മൾ തപ്പി നോക്കുന്നത്, റെയിനൂന് കേട്ടോ. അപ്പം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു, യെല്ലോ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോയി. ഞാനങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ, കാരണം റൂഹിമോളൊന്നും വന്നിട്ടില്ല, റൂഹിനെയും റോസിനെയും ഒന്നും കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ എൻ്റെ വീട്ടിൽ കുറച്ച് നേരം നിന്നിട്ടുള്ളൂ. നാത്തൂൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പം അവരെ കൂടെ ഞാൻ ഇക്കാൻ്റെ അടുത്തേക്ക് തന്നെ പോയി. അപ്പം അപ്പോഴേക്കും ഉപ്പ ഇക്കാക്ക് സ്പെഷ്യലായിട്ട് ഞണ്ട്, ചെമ്മീൻ ഇതൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, പോയിട്ടുണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നാത്തൂനും മക്കളും ഞാനൊക്കെ കൂടി ഇക്കാൻ്റെ വീട്ടിലേക്ക് പോയി. അപ്പോൾ അവിടെ വരെ എടുത്തിട്ടുള്ളൂ, പിന്നെ അന്ന് എടുത്തിട്ടില്ല. പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് കേട്ടോ, ഞാൻ പറഞ്ഞല്ലോ റീനുവിൻ്റെ പല്ലിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ഇന്നിപ്പം ഞാൻ പോകുന്നത് നാത്തൂൻ്റെ കൂടെയാണ്. നാത്തൂൻ ഇവിടെ ഓൾറെഡി വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു, ഇക്കാൻ്റെ സെക്കൻഡ് സിസ്റ്റർ കേട്ടോ. അപ്പോൾ തിരിച്ച് പോകുന്ന വഴി ഞാൻ ഇത്താടെ കൂടെ തിരൂരിലേക്ക് പോവുകയാണ്. അപ്പോൾ ഡോക്ടറെ അടുത്തേക്ക് പോകാനുണ്ട്. പിന്നെ എൻ്റെ സാരി അന്ന് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് നമുക്ക് റെഡി ടു വെയർ സാരി ആക്കാൻ പറ്റും. അതായത് നമ്മളിങ്ങനെ നെറിവെടുക്കാനും സാരി എടുക്കാൻ അറിയാത്തവർക്കൊക്കെ അങ്ങനെ ചെയ്തെടുത്താൽ മതി. റെഡി ടു വെയർ സാരി അവർ ആക്കിത്തരും. അതിന് കുറച്ച് പണിയുണ്ട്. നെറിവും നമ്മൾ എല്ലാതും നമ്മൾ അവിടെ വെച്ച് ചെയ്തിട്ട് അവർ പിൻ ചെയ്യും, എന്നിട്ട് പിന്നെ അതിനനുസരിച്ച് അവരുടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന കേട്ടോ. അപ്പം റെഡി ടു വെയർ ആക്കി എടുത്തിട്ടുണ്ട് സാരി, മീൻസ് എടുക്കാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും ഞാൻ ആ സാരി എടുത്ത ഷോപ്പിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ബ്ലൗസ് അടിക്കാനുണ്ടായിരുന്നു, അതും കൊടുത്തിട്ടുണ്ട്. നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ പുറത്ത്.
അങ്ങനെ എത്തതാ ഞാൻ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. എത്തി മക്കളൊക്കെ വണ്ടിയിലാണ്. മഴയത്ത് മക്കളെ പുറത്തിറക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. പിന്നത്തെ പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല്ലൊന്ന് ക്ലീൻ ആക്കുക. ബ്രേസസ് എടുത്തതിന് ശേഷം ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് ഫവാസ് ഡോക്ടർ, എൻ്റെ ഫ്രണ്ട്, എൻ്റെ ക്ലാസ്മേറ്റ് ഒക്കെയാണ്. അപ്പോൾ റീനുവിൻ്റെത് ഫവാസ് ഡോക്ടർ അടുത്തായതുകൊണ്ട് തന്നെ എനിക്കിപ്പം ഞാൻ ഈ വേലായ സമയത്തും ഇങ്ങനെ ഫോളോ അപ്പിനൊക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു കേട്ടോ സംഭവം. നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പല്ല് ഒരുപാട് നല്ല മാറ്റങ്ങളുണ്ട്. അത് മുമ്പത്തെ റീനുവിൻ്റെ ഫേസ് കണ്ടാലേ മനസ്സിലാവുള്ളൂ. അങ്ങനെ ഇനിയും ഒരു സംഭവം കൂടി ഇടാനുണ്ട്. അത് ഞാൻ വേറെ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അത് വേറെ ദിവസം എടുത്തതായിരുന്നു കേട്ടോ. അങ്ങനെ അവിടുന്ന് ക്ലീനൊക്കെ ചെയ്തു, പല്ല് ക്ലിയറൊക്കെ ആക്കി. എന്നിട്ട് ഞാൻ തിരിച്ച് പോകണമല്ലോ. അപ്പം എൻ്റെ അമ്മാവിൻ്റെ മോനോട് വരാൻ പറഞ്ഞു. കാരണം ഇത്ത തിരിച്ച് വീട്ടിലോട്ടാണ് പോകുന്നത്, ഇത്താൻ്റെ വീട്ടിലോട്ട്. അപ്പം അമ്മാവിൻ്റെ മോനും എൻ്റെ ഉപ്പ വഴിയിൽ നിന്ന് കയറാമെന്ന് പറഞ്ഞു. ഇക്കാൻ്റെ അടുത്തേക്ക് ഇക്കാനെ കാണാൻ വരണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അമ്മാവിൻ്റെ മോന് ഷാലിജ ഉണ്ടല്ലോ, ഷാബിൻ്റെ അനിയൻ ഷാലിജാണ് നമ്മളെ കൊണ്ടാക്കുന്ന വീട്ടിലോട്ട് കേട്ടോ. അപ്പോൾ അതാ ഉപ്പ വഴിയിൽ നിന്ന് കയറി. നല്ല മഴയായിരുന്നു കേട്ടോ അന്നത്തെ ദിവസം. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി വീട്ടിലോട്ട് പോയി. ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എന്തായാലും ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കാൻ മറക്കരുത്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിലും ഇല്ലെങ്കിലും താഴെ കമൻസിൽ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നതിലേക്കും ബൈ. താങ്ക് യു.